ദേശാടന പക്ഷികൾ നിങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആകാശത്തെ അവ എപ്പോഴും ഇംഗ്ലീഷ് അക്ഷരമായ വി ആകൃതിയിലായിരിക്കും പറക്കുന്നത്. ഇത് വെറും ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണോ, അതോ ഇതിന് പിന്നിൽ വലിയൊരു എയ്റോ ഡൈനാമിക് സയൻസ് ഉണ്ടോ? മുന്നിൽ പറക്കുന്ന പക്ഷി ചിറകടിക്കുമ്പോൾ ഉണ്ടാകുന്ന കാറ്റിൻ്റെ ഗതി അതിന് തൊട്ടു പിന്നിൽ വരുന്ന പക്ഷിക്ക് പറക്കൽ വളരെ സുഗമമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ശാസ്ത്രം പറയുന്നത് ഒരു പക്ഷി ഒറ്റയ്ക്ക് പറക്കുന്നതിനേക്കാൾ 71% കൂടുതൽ ദൂരം ഒരു കൂട്ടമായി വി ആകൃതിയിൽ പറക്കുമ്പോൾ അവക്ക് താണ്ടാൻ കഴിയും എന്നാണ്. അതായത് ഒറ്റയ്ക്ക് പറന്നാൽ തളർന്നു വീഴുന്ന ദൂരം അവർ ഒരുമിച്ച് താണ്ടുന്നു. ഇടയ്ക്ക് മുന്നിലെ പക്ഷി ക്ഷീണിക്കുമ്പോൾ അത് പുറകോട്ട് മാറുകയും പിന്നിലുള്ള മറ്റൊരു പക്ഷി ലീഡറായി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഇന്നർ പവർ കോച്ച് OH റഹ്മാൻ. ബിസിനസ്സിലും ജീവിതത്തിലൊക്കെ നിങ്ങളുടെ ടീമിനെ ഈ പക്ഷിക്കൂട്ടത്തെ പോലെ എങ്ങനെ ഒരു പവർ ഹൗസാക്കി മാറ്റാം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർമാർ ഉപയോഗിക്കുന്ന സ്റ്റീഫൻ കോവിയുടെ 6ാമത്തെ തത്വത്തിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തത്. ഇത് സിനർജി എന്നാൽ ഗണിതശാസ്ത്രത്തിലെ ഒരു അത്ഭുതമാണ്. സാധാരണ കണക്കിൽ 1+1 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 അല്ലേ? എന്നാൽ ബിസിനസ് സൈക്കോളജിയിൽ സിനർജി പ്രവർത്തിക്കുമ്പോൾ 1+1 എന്നത് 3 ആകാം, അല്ലെങ്കിൽ 100 ആകാം. അതായത് വ്യക്തികളുടെ കഴിവുകൾ കൂട്ടിവെക്കുന്നതിനേക്കാൾ വലിയൊരു റിസൾട്ട് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നു. അതായത് 100 ആൾക്കാർക്ക് 100 പണി കൊടുത്തിട്ട് അതിനെല്ലാം കൂടി യോജിപ്പിക്കുന്നതിന് പകരമായിട്ട് 100 ആൾക്കാർക്ക് ഒരുമിച്ച് അവരുടെ കഴിവുകൾക്കനുസൃതമായിട്ട് പണി കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നമ്മൾ ഒറ്റക്കൊറ്റക്ക് ചെയ്യുന്നതിനേക്കാൾ 100 ഇരട്ടി പവർ അതിന് കിട്ടിയെന്ന് വരും. നമ്മുടെ ബ്രെയിനിലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പോലെ തന്നെ വ്യത്യസ്തമായ കഴിവുകളുള്ള തലച്ചോറുകൾ ഒന്നിക്കുമ്പോൾ അവിടെ ഒരു മാസ്റ്റർ മൈൻഡ്, ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞ യൂണിറ്റ് അല്ലേ, കിഡ്നി ഉണ്ട്, ആമാശയുണ്ട്, ഹൃദയമുണ്ട്, ബ്രെയിനുണ്ട്. ഇവിടെ ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ ഒരു മനുഷ്യനായിട്ട് മാറല്ലേ, മാസ്റ്റർ മൈൻഡ്. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കൊരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ പരിമിതമായ ന്യൂറൽ പാത്വേസ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക അല്ലേ. എന്നാൽ വ്യത്യസ്തമായ ചിന്താഗതികളുള്ള 3-4 ആളുകൾ ഒരുമിച്ചിരുന്ന് ബ്രെയിൻ സ്റ്റോമിങ് നടത്തുമ്പോൾ അവിടെ പുതിയ ആശയങ്ങളുടെ ഒരു സ്ഫോടനം തന്നെ നടക്കും. ഉദാഹരണത്തിന് മിക്ക ബിസിനസ്സുകാരും ചെയ്യുന്നത് തങ്ങളുടെ കമ്പനിയിൽ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക്, അവരുടെ കീഴിൽ ജോലി ചെയ്യാൻ അവരെപ്പോഴും തങ്ങളെപ്പോലെ പറയുന്നതെല്ലാം യെസ് ബോസ് എന്ന് പറയുന്ന ആളുകളെയാണ് നിയമിക്കുന്നത്. നിങ്ങളുടെ ടീമിൽ എല്ലാവരും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരാണെങ്കിൽ, അത് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെ അവർക്കുന്നുണ്ടെങ്കിൽ അവിടെ സിനർജി അല്ല നടക്കുന്നത്, മറിച്ച് ക്ലോണിങ്. അവിടെ വളർച്ച ഉണ്ടാകില്ല. അവിടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇതൊരു ഒറ്റയാൾ പോരാട്ടമല്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു മികച്ച വിഷണറി ആണെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾക്ക് കഴിയും. എന്നാൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കൃത്യമായ പ്ലാനിംഗ് ഉള്ള ഒരു മികച്ച ഓപ്പറേഷൻസ് മാനേജർ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ മിടുക്കനാണെങ്കിൽ അത് വിൽക്കാൻ മാർക്കറ്റിങ്ങിൽ മിടുക്കനായ മറ്റൊരാൾ വേണം. 2 വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ അത് ഒരു പ്രശ്നമായി കാണാതെ അതൊരു പുതിയ ആശയത്തിനുള്ള തുടക്കമായി കാണാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ടീമിലെ അംഗങ്ങളുടെ വ്യത്യസ്തതകളെ, ഡിഫറൻസസിനെ അംഗീകരിക്കുകയും അവരെ പരസ്പരം വിശ്വസിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് യഥാർത്ഥ സിനർജി ജനിക്കുന്നത്. നമ്മളിപ്പോൾ കല്യാണം കഴിച്ചാൽ ആക്ച്വലി നമ്മുടെ അതേ അഭിപ്രായമുള്ള ഒരു ഭാര്യനെ കിട്ടിയാൽ അയാളുടെ കാര്യം പോക്കാം. ഏതാ കാരണം എന്ന് വെച്ചാൽ അയാൾ തന്നെയാണ് ആ ഭാര്യയും. അതല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ശരിയാണ്, അവിടെ സംഘർഷങ്ങളുണ്ടാവും. പക്ഷെ ആ സംഘർഷത്തിലാണ് നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മൾ വേറൊരു കാഴ്ചപ്പാടിൽ ലോകത്തെ കാണാൻ നിർബന്ധിതരാവുന്നത്. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളിലാണ് വളർച്ച കിടക്കുന്നത്, അഭിപ്രായ ഐക്യത്തിലല്ല. ഒരു മരത്തിലെ 2 കൊമ്പുകൾ തമ്മിൽ ഉരസുമ്പോൾ അവിടെ തീപ്പൊരി ഉണ്ടാകാം. എന്നാൽ ബിസിനസ്സിൽ ആ തീപ്പൊരി നിങ്ങളുടെ കമ്പനിയെ കത്തിച്ച് കളയാനുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തെ കത്തിച്ച് കളയാനുള്ളതല്ല, മറിച്ച് പുതിയൊരു ആശയത്തിന് വെളിച്ചം പകരാനുള്ളതാ. മറ്റുള്ളവരുടെ കഴിവുകളെ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇന്നർ പവർ. നിങ്ങൾ സിനർജി ഉണ്ടാക്കാൻ പഠിച്ചാൽ, അതായത് അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ പഠിച്ചാൽ, നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളില്ലാതെ തന്നെ വളരുന്ന ഒരു സിസ്റ്റമായിട്ട് മാറും. അത് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകൾ, നമ്മളിപ്പോൾ ഹൃദയം വേറെയാണ്, ആമാശയം വേറെയാണ്, കിഡ്നി വേറെയാണ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന മാസ്റ്റർ ബ്രെയിൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ
തീർത്തും വ്യത്യസ്തമായ ഫങ്ഷനുള്ള വ്യത്യസ്തമായ മനുഷ്യർ അവർ ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോട് കൂടിയിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നത്തെ ടാസ്ക് ഇതാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ്, ന്യൂനത എന്താണെന്ന് കണ്ടെത്തുക. അത് ചിലപ്പോൾ അക്കൗണ്ടിങ് ആകാം, മാർക്കറ്റിംഗ് ആവാം, അല്ലെങ്കിൽ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നതാകാം. എന്നിട്ട് ആ കാര്യത്തിൽ നിങ്ങളെക്കാൾ 10 മടങ്ങ് മിടുക്കനായ ഒരാളെ നിങ്ങളുടെ ടീമിൽ കണ്ടെത്തുകയോ അല്ലെങ്കിൽ പുതിയതായി നിയമിക്കുകയോ ചെയ്യുക. ആ ജോലി അവരെ ഏൽപ്പിക്കുകയും അവർക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്താൽ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായി ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ആ പണി നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കൃത്യമായി ചെയ്യുകയും ചെയ്യില്ലേ? ഒരു കഥ പറയട്ടെ. ഒരു മരം വെട്ടുകാർ, നിങ്ങൾ കേട്ട തന്നെയാണ്, നല്ല ഓർക്കുക, ഒന്നുകൂടി ഓർക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശ്രമമില്ലാതെ വെട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ സമയമെടുക്കും തോറും അവൻ വെട്ടുന്ന മരങ്ങളുടെ എണ്ണം കുറഞ്ഞു വരിക. കാരണം എന്താ? തൻ്റെ കോടാലിക്ക് മൂർച്ച കൂട്ടാൻ അയാൾ സമയം കണ്ടെത്തുന്നില്ല. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ എന്ത് തൊഴിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബിസിനസ്സാണ് ഈ ബിസിനസ്, ഏത് തൊഴിലിലാണെങ്കിലും നിങ്ങളുടെ കോടാലിക്ക്, അതായത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും, ഇതല്ലേ നിങ്ങളുടെ ആയുധം, എങ്ങനെയാണ് നിങ്ങൾ മൂർച്ച കൂട്ടുക? ഏതായാലും അടുത്ത തത്വത്തിൽ, 7ാമത്തെ തത്വത്തിൽ ഷാർപ്പൻ ദ സോ, നമ്മൾ സ്വയം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണം, സ്വയം നവീകരിക്കണം. ഇത് 7ാമത്തെ തത്വമാണ്. ഈ തത്വത്തിൽ നമ്മൾ പഠിച്ചെന്താണ്? നാനാതത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ ഐക്യമത്യം മഹാബലം എന്നുള്ളതാണ്. അത് അഭിപ്രായ വ്യത്യാസങ്ങൾ അവസരങ്ങളാണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അഭിപ്രായ വ്യത്യാസം വേണം എങ്കിലേ വളരൂ. അപ്പം ഇനി നമുക്ക് വളർച്ചയ്ക്ക് നമ്മൾ സഹായിക്കുന്ന വേറൊരു സ്വഭാവം കൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അതുവരെ നിങ്ങളുടെ ടീമായിട്ട് ഒത്തുചേർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കുക. അയാൾ കാണുന്ന എന്താണ് എനിക്ക് കാണാൻ കഴിയാത്തത്? അയാൾ അഭിപ്രായ വ്യത്യാസം പറയുന്നത് വേറെന്തോ കണ്ടിട്ടല്ലേ? അയാൾ കാണുന്ന എന്താണ് എനിക്ക് കാണാൻ കഴിയാത്തത് എന്ന രീതിയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഉൾക്കാഴ്ച വർദ്ധിക്കും.